ഒരു മുസീബത്തുണ്ടായി ക്ഷമിക്കുന്നതിനേക്കാളും കൂലി ഒരു നന്മയുണ്ടായി അള്ളാഹുവിന് ശുക്ർ ചെയ്യലാണത്രേ. അള്ളാഹുവേ, നിനക്ക് നന്ദി ചെയ്യുന്നവരാക്കി നീ ഞങ്ങളെ മാറ്റേണമേ തമ്പുരാനെ. അള്ളാഹുവിന്റെ ശുക്ർ, അള്ളാഹു തന്ന നിഅമത്തുകളെ സംബന്ധിച്ച് എടുത്തു പറയൽ അതൊരു ശുക്റാണ്. അള്ളാഹുവിന്റെ ശുക്ർ നമ്മുടെ ദേഹത്ത് കാണൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. സാമ്പത്തികമായി അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകള് അവരുടെ ആ നിഅമത്ത് കാണത്തക്ക വിധം അഹങ്കാരത്തിലാവരുത്, ധിക്കാരം കൊണ്ടാവരുത്. നല്ലൊരു വസ്ത്രം ധരിച്ചു, നല്ല ചെരുപ്പ് ധരിച്ചു, നല്ല നിലക്ക് ജീവിക്കുന്നു, അഹങ്കാരമില്ലെങ്കിൽ അതൊരു ശുക്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ കശിഫുൽ ഹൈഅ, വളരെ മോശമായ വസ്ത്രം, കീറിപ്പറഞ്ഞ വസ്ത്രം ഇട്ടിട്ട് ഒരാൾ മുത്തുനബി തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ ഹബീബുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുവല്ലോ, ഹല്ലക മിൻ മാൽ, നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? അയാൾ പറഞ്ഞു, നഅം, ഉണ്ട് നബിയെ, കാശുണ്ട്. മിൻ അയ്യിൽ മാൽ, എന്തൊക്കെയുണ്ട്? മിൻ കുല്ലിൽ മാൽ, എല്ലാണ്ട് നബിയെ, എല്ലാമുണ്ട്. ഒട്ടകമുണ്ട്, ആടുകളുണ്ട്, കുതിരകളുണ്ട്, ഈത്തപ്പനത്തോട്ടമുണ്ട്, എല്ലാമുണ്ട്. ഖദ് ആതാനില്ലാഹു മിനൽ ഇബ്ലി വൽ ഖൈൽ വറഖീഖി വൽ ഗനം, വിവിധങ്ങളായ സൗകര്യങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ട്. ആ മനുഷ്യനാണ് കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് വന്നത്. തങ്ങൾ പറഞ്ഞുവല്ലോ, ഫഇദാ ആതാകല്ലാഹു മാലൻ ഫയുറ അലൈക്, അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം തന്നാൽ അത് നിങ്ങളുടെ ദേഹത്ത് കാണപ്പെടണം. ഒരു നല്ല വസ്ത്രം ധരിച്ചു, ഒരു കുഴപ്പമില്ല. വൃത്തിയിൽ ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല. അഹങ്കരിക്കരുത്. അള്ളാഹു തന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു, ഒരു പ്രയാസമില്ല. അഹങ്കാരമാവരുത്, ധിക്കാരമാവരുത്, റിയാ ആവരുത്, മറ്റുള്ളവരെ കാണിക്കാനാവരുത്. പക്ഷേ അള്ളാഹു തന്ന നിഅമത്തുകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് ദേഹത്ത് കാണപ്പെടൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ പറയുന്നത്, ലാ തദുറുക്കും ദുന്യൻ ശകർതുമൂഹാ, നിങ്ങൾക്ക് ദുന്യാവിന്റെ ബിസിനസ്സുകളോ സമ്പാദ്യങ്ങളോ സുഖസൗകര്യങ്ങളോ അള്ളാഹു തന്നാൽ അതുകൊണ്ട് പ്രയാസമില്ല. നിങ്ങൾ ശകർതുമൂഹ, അതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹു നമ്മെ നന്ദി ചെയ്യുന്നവരാക്കി തരട്ടെ. ജീവിതത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അകറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യ സ്വഭാവം നന്ദികേടാണ്. വൽ ആദിയാത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود. അല്ലാഹുവിന് വേണ്ടി കുളമ്പുകളെ കൊണ്ട് തീപ്പൊരി പാറി ഓടി യുദ്ധക്കളത്തിലേക്ക് കടന്നു ചെല്ലുന്ന കുതിരകളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ഭാഗമാണിത്. വൽ ആദിയാത്ത്, കുതിരകൾ അല്ലാഹു സത്യം ചെയ്തു. അപ്പൊ അതിന്റെ ദേഹത്തിരിക്കുന്ന, അതിന്റെ മീതയിരിക്കുന്ന യോദ്ധാവിന്റെ മഹത്വം എത്രയാണ്. വൽ ആദിയാത്തി ളബ്ഹാ ഫൽ മൂരിയാത്തി ഖദ്ഹാ, തീപ്പൊരി പാറിക്കുന്നത്. ഫൽ മുഗീറാത്തി സുബ്ഹാ, രാവിലെ അതിരാവിലെ ശത്രുപാളയത്തിലേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ പൊടി പറത്തിയിട്ട് പൊടി പാറ്റിയിട്ട് യുദ്ധക്കളത്തിലേക്ക് ഓടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഓടിക്കൂടിയ ശത്രുക്കളുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടുന്ന കുതിരപ്പടയെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തന്റെ സൃഷ്ടാവിനോട് കനൂദ്, നന്ദികേടുള്ളവനാണ്. സത്യം ചെയ്തിട്ട് പറയാ, നമ്മളൊന്നും വേണ്ട വിധം നന്ദി ചെയ്യുന്നില്ലല്ലോ. നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞേക്കും. പക്ഷെ ഒരു രോഗത്തിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ വിചാരിക്കുക, എന്താ രോഗിയാവുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ ശരിയാവില്ലല്ലോ, അത് പിന്നെ നുണയാവൂലേ, അപ്പൊ പിന്നെ നമ്മൾ അത് പറയുന്നില്ല. സത്യത്തിൽ ഒരു രോഗിയായി കിടക്കുന്ന ഒരാൾ, ആ മനുഷ്യന് രോഗം വരുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയണം. എന്നിട്ട് ചിന്തിക്കേണ്ട എന്താണെന്നറിയോ, എന്റെ അസുഖം ഇത്രയല്ലേ ആയിട്ടുള്ളൂ റബ്ബേ, ഇവിടെ നിന്നല്ലോ ഇത്രയല്ലേ ആയുള്ളൂ,
മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞുപോയ പ്രഗൽഭനായ ഹദീസ് പണ്ഡിതന്മാർ റാവികളിൽ കൊണ്ടുവരുന്ന മഹാനാണ് മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങള്. ആ മഹാന്റെ കയ്യിൽ വല്ലാത്തൊരു മുഴ പോലെ വന്നിട്ട് അതങ്ങ് പൊട്ടിയിട്ട് വേദന കൊണ്ട് പൊളയുമ്പോ കാണാൻ ചെന്നതെന്റെ ശിഷ്യന് വല്ലാതെ വിഷമിച്ചപ്പോ മഹാനവറുകൾ ചോദിച്ചതല്ല, നീ എന്തിനാ അത്ഭുതപ്പെടുന്നത്? പുഞ്ചിരിച്ചുകൊണ്ട് മുഹമ്മദ് മുൻകദിർ തങ്ങൾ പറഞ്ഞു, അല്ല മോനെ, ഈ മുറിവെങ്ങാനും എന്റെ കണ്ണിലായിരുന്നുവെങ്കിൽ എന്തൊരു പ്രയാസമായി പോയേനെ. ഈ മുറിവെന്റെ നാവിലായിരുന്നെങ്കിൽ അതൊന്നല്ലേ, കയ്യിലല്ലേ, അൽഹംദുലില്ലാ, അത് അതിലൊതുങ്ങിയില്ലേ. ഒരു പ്രയാസത്തിൽ പോലും നമ്മൾ അല്ലാഹുവിന് നന്ദി പറയേണ്ടവരാണ്, ശുക്ർ പറയേണ്ടവരാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നമ്മൾ അല്ലാഹുവിന് നന്ദികേടാണല്ലോ ചെയ്യുന്നത്. മഹാനായ ഹസനുൽ ബസ്രി തങ്ങളോട് എന്താണ് കനൂദ്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. കനൂദ് തന്നെയാണ്. ആ കനൂദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലഖനൂദല്ല, വാക്ക് കനൂദാൻ. ല, തീർച്ചയായും തന്നെയാണ് എന്നതിനെ അസേർട്ട് ചെയ്യാൻ വേണ്ടി വന്ന വാക്കാണത്, പ്രിപ്പോസിഷൻ. ല കനൂദ്. കനൂദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞത്, അല്ലദീ യഉദ്ദുൽ മസ്വാഇബ വയൻസൻ നിഅം. ആരാ കനൂദ് എന്നറിയോ? ആരായി നന്ദികേട് ചെയ്യുന്ന ആള്? അല്ലാഹു കൊടുത്ത പരീക്ഷണങ്ങൾ ഓരോന്നെണ്ണി പറയും. വയൻസൻ നിഅം, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളൊക്കെ മറക്കും, അതൊന്നും പറയില്ല. പ്രയാസങ്ങൾ മാത്രം. കുട്ടിക്ക് ജോലി ആയിട്ടില്ല, അതെനിക്കൊരു കുട്ടി ഉണ്ടായില്ലേ, അതിന് നീ കല്യാണം കഴിച്ചില്ലേ, കല്യാണം കഴിക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്, കുട്ടി ഇല്ലാത്തവർ എത്ര ഉണ്ട്, പിന്നെ ജോലി ആവാത്തത്. എന്റെ കുട്ടിക്ക് കുട്ടിയായിട്ടില്ല, എന്റെ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞില്ലടോ, അൽഹംദുലില്ലാ പറയേ. അത് സാധിക്കാത്ത എത്ര ആളുകളുണ്ട്. അന്തിയുറങ്ങാൻ വീടില്ലേ, പ്രയാസങ്ങളെ പറയും. അല്ലാഹു തന്ന നിഅമത്തുകൾ എത്ര നമ്മുടെ ദേഹത്തുണ്ട്, നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ഇത് പറയാതെ അനുഗ്രഹങ്ങളെല്ലാം മൂടിവെച്ച് പ്രയാസങ്ങൾ മാത്രം എടുത്തു പറയുന്ന ആളെയാണ് കനൂദ് എന്ന് പറയുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസ്രി തങ്ങള്. അതുകൊണ്ടാണ് ഒരു വിഭാഗം പെണ്ണുങ്ങൾ സ്വർഗത്തിലേക്ക് പോവില്ലെന്ന് ഹബീബായ തങ്ങൾ പറയാൻ കാരണം, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന അദ്ദഹ്റ ثم رأت منك شيئا قالت ما رأيت منك خيرا قط. ജീവിതകാലം മുഴുവനും ഒരുപാട് ഉപകാരം ചെയ്തു കൊടുത്ത തന്റെ ഭാര്യ, ഒരുപാട് സ്നേഹിച്ചു പരിപാലിച്ചു കൊണ്ടുവന്ന ഭാര്യ, ثم رأت منك شيئا, എന്തെങ്കിലും ഒരു പിഴവ്, ഒരു തെറ്റ്, ഒരു പാടില്ലാത്തത് നിങ്ങളിൽ നിന്ന് കണ്ടുപോകുമ്പോൾ ആ പെണ്ണ് പറയും, ഖാലത് മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു. നിങ്ങളിൽ പണ്ടേ ഒരു നന്മയുമില്ലല്ലോ, നിങ്ങൾ പണ്ടേ മോശക്കാരനാണല്ലോ, നിങ്ങൾ ഒരു ഉപകാരവും എനിക്ക് ചെയ്യാത്ത ആളല്ലേ. ജീവിതകാലത്ത് കഴിഞ്ഞു പോയ ദിനരാത്രങ്ങളിൽ ആ മനുഷ്യന്റെ സാമീപ്യം കൊണ്ട്, ഇടപെടൽ കൊണ്ട്, സമ്പാദ്യം കൊണ്ട്, പെരുമാറ്റം കൊണ്ടുണ്ടായ എല്ലാ നന്മകളും ഒരൊറ്റ നേരത്തെ ഒരു പ്രയാസത്തിന്റെ പേരിൽ മറന്നു കളയുന്ന പെണ്ണുങ്ങൾ അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോ നന്ദിയോടെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന മക്കളാകുമ്പോ, അവര് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടതുകാല് വെച്ച് ദിക്ർ ചൊല്ലിയിട്ട്, ഇറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലിയിട്ട്, ഭക്ഷണം കഴിക്കാൻ അവർ ഇരിക്കുമ്പോഴേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മറന്നുപോയാൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹ്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാ, ഉമ്മയെ കൈപിടിച്ച് ഉമ്മയുടെ കൈ ചുംബിക്കുന്ന, ഉപ്പയുടെയും ഉമ്മയുടെയും നെറ്റിയിൽ ഉമ്മ വെച്ചിറങ്ങുന്ന മക്കള്, എത്ര നല്ല സ്നേഹമുള്ള ഭാര്യ, ബഹുമാനമുള്ള ഭർത്താവ്, സ്നേഹത്തോടെ പെരുമാറുന്ന വീട്, എന്ത് രസായിരിക്കും ആ വീടിന്റെ ഉള്ളകം. മക്കളുടെ വായിലൂടെ വരുന്നത് നല്ല വാക്കുകള്, ശുക്രിന്റേത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കൊച്ചുമക്കളെ പഠിപ്പിക്കുന്നു, സ്കൂളിൽ പോകുന്നു, മദ്രസയിലേക്ക് പോകുന്നു, വീട് വിട്ടിറങ്ങുന്നു, കളി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നു. ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഖറജന വഅലാ റബ്ബിനാ തവക്കൽന. വീട്ടിൽ കയറുമ്പോൾ ദിക്ർ ചൊല്ലി, എന്തൊരു മനോഹരം. എത്രയാണ് ഒരു വീടിനുള്ളിൽ ശുക്ർ ഉണ്ടാകുമ്പോൾ, അത്തഹദ്ദുസു ബിന്നിഅമതി ശുക്റുൻ വതർകുഹാ കുഫ്റുൻ. അല്ലാഹുവിന്റെ നിഅമത്തുകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറഞ്ഞ് റബ്ബിന് ആ എടുത്തു പറയൽ തന്നെ ശുക്റാൻ. അല്ലാഹുവിന്റെ നിഅമത്ത് എടുത്തു പറയാ പ്രയാസമല്ല.
അള്ളാഹുവിന്റെ നിഅമത്തുകളിൽ എന്തിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നതെന്ന് 31 തവണ അള്ളാഹു ചോദിച്ച ഒരു സൂറയുണ്ട്. 31 തവണ മനുഷ്യരോടും ജിന്നുകളോടും നിങ്ങൾക്ക് എന്താ നിഷേധിക്കാൻ പറ്റുക? എന്താ നിഷേധിക്കാൻ പറ്റുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മനുഷ്യരെ, ജിന്നുകളെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ എന്താ നിങ്ങൾക്ക് നിഷേധിക്കാനുള്ളത്? എന്താ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുന്നത്? ഈ ജിന്നുകൾക്ക് നിബിതങ്ങൾ ഈ സൂറത്ത് ഓതിക്കൊടുത്തപ്പോ അവര് പറഞ്ഞു, ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. തങ്ങള് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ മുമ്പിൽ ഈ സൂറത്ത് ഓതുമ്പോഴേ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ഓതുമ്പോ കേൾക്കുന്നവര് പറയേണ്ട ദിക്റുണ്ട്. കേൾക്കുന്നവര്, സ്വഹാബികൾ ഒന്നും മിണ്ടാണ്ടിരുന്നപ്പോ തങ്ങൾ പറഞ്ഞുവല്ലോ, സ്വഹാബികളെ, ലഖദ് കാന ഇഖ്വാനുക്കും മിനൽ ജിന്നി. നിങ്ങൾക്കറിയുമോ കാനു അഹ്സന റദ്ദം മിൻകും. ജിന്നുകൾ ഈ ആയത്ത് കേട്ടപ്പോ നിങ്ങളെക്കാളും മനോഹരമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സർവേശ്വരനായ അല്ലാഹുവിന്റെ ഏതനുഗ്രഹമാ നിങ്ങൾ നിഷേധിക്കുന്നത്? ഒരു യുക്തിവാദി ചിന്തിക്കുന്നത് പ്രപഞ്ചം മുഴുവനും ആരോടും കടപ്പാടില്ലാത്ത, എങ്ങനെയോ തട്ടിമുട്ടി ഉണ്ടായത്, എങ്ങനെയോ കാലാകാലങ്ങളിൽ പരിണമിച്ചുണ്ടായി വന്നത്, ആരോടും പ്രതിബദ്ധത, ഒരാളോടും ഒരു കടപ്പാട്, ഒരു ശുക്രിന് തലതാഴ്ത്താനോ നന്ദിയോടെ വിനയത്തോടെ ഇടപെടാനോ മനുഷ്യനെ അനുവദിക്കാത്ത വിധം പ്രപഞ്ചത്തിലെ സർവ്വതും താനേ മുളച്ചുണ്ടായത് ഒരു സൃഷ്ടാവിന്റെ ആവശ്യമില്ലെന്ന് സമർത്ഥിക്കലാണ് യുക്തിവാദിക്ക് ആവശ്യം. എത്ര വലിയ നന്ദികേടാണത്! യുക്തിവാദം തന്നെ ഒരു വലിയ നന്ദികേടല്ലേ? അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ നിഷേധിക്കാൻ കഴിയുക? നിങ്ങളെ ഉണ്ടാക്കിയത് നിങ്ങളാണോ? നിങ്ങളുടെ രൂപം ഡിസൈൻ ചെയ്തത് നിങ്ങളാണോ? നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും നിശ്ചയിച്ചത് നിങ്ങളാണോ? നിങ്ങൾക്ക് ജനിക്കാനുള്ള നേരം നിശ്ചയിച്ചത് നിങ്ങളാണോ? ഇനി മരിക്കാനുള്ള നേരം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ തൊലി നിറം നിങ്ങളാണോ തീരുമാനിച്ചത്? നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ നാട് നിങ്ങളാണോ തീരുമാനിച്ചത്? അല്ലല്ലോ. പിന്നെ ആരാണ്? അത് അല്ലാഹുവാണ്. നിങ്ങളുടെ ഉമ്മാക്ക് വാപ്പാക്ക് പോലും അതിൽ ഇടപെടാൻ കഴിയില്ലല്ലോ. ആരാണ് ഇതൊക്കെ തന്നത്? ഞാനല്ല, എന്റെ കൂടെയുള്ള ആരുമല്ല. പിന്നെ ആര്? സർവേശ്വരനായ അല്ലാഹു. ഖലഖകും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് എത്രയാ അല്ലാഹു പറഞ്ഞത്. റബ്ബിന് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലേ? അല്ലാഹുവിന്റെ നിഅമത്തുകളിൽ നിങ്ങൾ എന്തിനെയാ നിഷേധിക്കുന്നത് എന്ന ആയത്ത് ചോദിച്ചപ്പോ ജിന്നുകൾ മറുപടി പറഞ്ഞു അത്രേ. അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുകയാണ്, ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നുമേ ഞങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല റബ്ബേ. ഫലകൽ ഹംദ്, നിനക്കാണ് നന്ദി, സർവത്ര നന്ദി. അല്ലാഹുവേ, നിനക്കാണ് നന്ദി, സർവത്ര നന്ദി. ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അതുകൊണ്ട് മുഅ്മിനേ, നാവിൽ ശുക്റുണ്ടാവട്ടെ. അൽഹംദുലില്ലാ എന്നത് നമ്മുടെ ഏതൊരു കോൺവെർസേഷന്റെയും ഏതൊരു അഭിസംബോധനയുടെയും അടിസ്ഥാനമാവട്ടെ. ഏതൊന്നിന്റെയും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പറയും റളിയല്ലാഹു അൻഹു, ഞങ്ങളൊക്കെ ഒരു ദിവസം പലരും പലപ്പോഴും കണ്ടുമുട്ടും. വെറുതെ ഒരു കാര്യം ഒന്നും ഉണ്ടായിട്ടല്ല. ലഅല്ലനാ നൽതഖി ഫിൽ യൗമി മിറാറാ യസ്അലു ബഅദുനാ അൻ ബഅദ്. നമ്മളുണ്ടാവില്ല, അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ കാണുന്നു, വാഹനത്തിൽ വെച്ച് കാണുന്നു, കല്യാണ പന്തലിൽ കാണുന്നു, വീട്ടിൽ വെച്ച് കാണുന്നു, ഒരു ഫംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. എന്താ വിശേഷം? അൽഹംദുലില്ലാ. ആ ഒരു അൽഹംദുലില്ലാ കേൾക്കാൻ ഞങ്ങൾ ഒരുപാട് തവണ വെറുതെ കണ്ടുമുട്ടും. എന്താ വിശേഷം എന്ന് ചോദിക്കാൻ. നമ്മൾ എന്ത് വിശേഷം അറിഞ്ഞില്ലേ? ഇപ്പൊ അങ്ങനെയല്ലേ, ഇനിയിപ്പോ അത് വരാൻ പോകുന്നു, ഇത് വരാൻ. ലോകത്ത് എന്തൊക്കെ വന്നു മുമ്പിനെ. നമ്മളൊരു വാറ്റ് വരുമ്പോൾ എന്താ, നമ്മളെ GST അല്ലേ, ടാക്സ് വരുമ്പോൾ നമ്മൾ അങ്ങനെ പേടിച്ചു. ഒരു ഭരണം കേന്ദ്രത്തിൽ മാറുമ്പോൾ ഫിർഔൻ ഭരിച്ചു പോയ നാടാ അള്ളാന്റെ ഭൂമി. അബൂജഹൽ കഴിഞ്ഞു പോയ നാടാ. ഹിറ്റ്ലർ കഴിഞ്ഞു പോയി. ലോകമഹായുദ്ധം 1, 2 കഴിഞ്ഞു. ഇതിലപ്പുറം ഒന്നും വരാനില്ലല്ലോ. എന്തു വന്നാലും പിന്നെ ഇപ്പൊ എന്തിനായി പേടിക്കണത്? നമ്മള് എപ്പോഴും പ്രതീക്ഷയിൽ ജീവിക്കേണ്ട ഒരു ഉമ്മത്താണ്.
എല്ലാം നന്നായി വരും, ഒക്കെ ശരിയാവും. നമ്മൾ പ്രതീക്ഷ വിടരുത് ഒരിക്കലും. നമ്മൾ കഴിഞ്ഞു, നമ്മൾ തീർന്നു, ഇതങ്ങനെയല്ല. അൽ ഖൈറു ഫിയ വഫീ ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്നിലും എന്റെ ഉമ്മത്തിലുമാണ് ഖിയാമത്ത് നാൾ വരെ നന്മയുള്ളത്. അൽ ഖൈറു ഫിയ വഫീ ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ. പിന്നെ എന്തിനാ പേടിക്കണത്? ഇത് ഖൈറിന്റെ ഉമ്മത്താണ്. ഈ ഉമ്മത്തിന് ഖൈർ വരും. ഏത് പ്രതിസന്ധിയെയും നമ്മൾ തരണം ചെയ്യും, ഏത് പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യും. വലൗ കരിഹൽ മുശ്രികൂൻ വലൗ കരിഹൽ കാഫിറൂൻ. രണ്ട് വാക്കുകൾ അല്ലാഹു ഉദ്ദേശിച്ചത്. ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് ഈ ഉമ്മത്ത് മുന്നോട്ട് പോകുന്നത് മുശ്രിക്കുകൾക്ക് ഇഷ്ടമല്ലെങ്കിലും കാഫിറുകൾക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ ഉമ്മത്ത് മുന്നോട്ട് ഗമിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിഅമത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നന്മയുടെ ശുക്റിന്റെ വാക്കുകൾ പറഞ്ഞ് ജീവിക്കേണ്ടവരാ നമ്മള്. ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ഞങ്ങൾ കണ്ടുമുട്ടുമ്പോ വെറുതെ ചോദിക്കും, എന്താ യസ്അലു ബഅദുനാ അൻ ബഅദിൻ. ഞങ്ങൾ ചോദിക്കും, എന്താ വിശേഷം, എന്താ വിവരം? ഇപ്പൊ പറയും അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരുപാട് അൽഹംദുലില്ലകൾ ഞങ്ങളുടെ വാക്കുകളിൽ കടന്നു വരാറുണ്ട്. അതിനുവേണ്ടി മാത്രം ഞങ്ങൾ പരസ്പരം ഇടക്കിടക്ക് പോയി കണ്ടുമുട്ടാറുണ്ടെന്ന് ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരാൾ വന്നപ്പോൾ ഉമർ എന്നവർ ചോദിച്ചു, കൈഫ അൻസ്, എന്താ വിശേഷം, എന്താ കാര്യം, എന്താണ് വിവരങ്ങളൊക്കെ എന്ന് ഉമർ എന്നവർ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അഹ്മദു ഇലൈക്കല്ലാഹ് അഹ്മിദു ഇലൈക്കല്ലാഹ്. ഉമർ എന്നവരെ അല്ലാഹുവിനോട് നന്ദി പറയും.